ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലൂണ പാർക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ടെമ്പററി ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ടെമ്പററി ആയിട്ട് ഇങ്ങനെ മെയിൻ ഏതെങ്കിലുമൊക്കെ സിറ്റീസിൽ പല പല മന്തുകളിലായിട്ട് ഇവർ ഓപ്പൺ ചെയ്യും. ഇപ്പോൾ നോർമലി ഒരു മാസമൊക്കെ ആയിരിക്കും ഒരു സിറ്റിയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ ഈ നോർമലി എല്ലാ വർഷവും സ്പ്രിങ് സീസണൊക്കെ മെയ്യിലാണ്. നോർമലി മെയ് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് മെയ് എൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ തീരും കേട്ടോ. അപ്പോൾ ഇത് ടെമ്പററി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മെയ് കഴിയുമ്പോൾ ഇത് വീണ്ടും എടുത്തിട്ട് അടുത്തൊരു സിറ്റിയിലോട്ട് പോയിട്ട് അവിടെ ഈ റൈഡുകൾ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് കേട്ടോ ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതേ റൈഡിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയ റൈഡ് ഇതാണ് കേട്ടോ. ഞാനും മൂസാണ് ഫസ്റ്റ് കയറിയത്. ഷിജേട്ടൻ കയറിയിട്ടുണ്ടായില്ല കേട്ടോ ഈ പ്രാവശ്യം ഫസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ കയറി നല്ല അടിപൊളി റൈഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി കഴിഞ്ഞപ്പോൾ പറയായിരുന്നു, അയ്യോ ഇതൊട്ടും സ്പീഡില്ലല്ലോ, പണ്ട് കയറിയത് ഭയങ്കര സ്പീഡാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. പക്ഷെ നല്ല അടിപൊളി റൈഡായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ റൈഡിലും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൈഡാണ് കേട്ടോ. ഉച്ചയ്ക്കൊരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ആവുന്നത്. വീക്കെൻഡ്സൊക്കെ ആണെങ്കിൽ രാത്രി 12 മണി വരെയൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അത്രയും സമയം ഉണ്ടാവാറില്ല കേട്ടോ വീക്ക് ഡേയ്സിൽ. അപ്പോൾ നമ്മൾ പോയത് വീക്കെൻഡിലാണ്, സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ പോയതിൻ്റെ പിറ്റേ ദിവസം ഇത് തീരുമായിരുന്നു കേട്ടോ. മെയ് 31 ഇത് തീരുമായിരുന്നു. അപ്പം നമ്മൾ മെയ് 30 പോയത്. അപ്പോൾ നമ്മൾ പകൽ പോയത് കൊണ്ട് തന്നെ ആ സമയത്ത് തിരക്ക് ആയി വരുന്നതേ ഉണ്ടായുള്ളൂ കേട്ടോ. നൈറ്റ് സമയത്ത് കാണാനാണ് നല്ല വ്യൂ. ഇതിൻ്റെ എല്ലാ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ആ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളത്. അതുപോലെ തന്നെ നൈറ്റിൽ ഭയങ്കര തിരക്കുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡിൻ്റെ കുറേ സംഭവങ്ങൾ, ഫുഡ് സ്റ്റോളുകളുണ്ട്. ഒരുപാട് റൈഡ്സ്, കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുട്ടികൾക്കുള്ള റൈഡ്സ് ഇല്ലേ, അങ്ങനത്തെ റൈഡ്സ് ഉണ്ട്. വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന റൈഡ്സ് ഉണ്ട്. നല്ല അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ. നോർമലി നമ്മുടെ ഈ ഒരു ഏരിയയിലൊന്നും അധികം ഇങ്ങനത്തെ റൈഡ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ലൂണ പാർക്ക് ഇങ്ങനെ വരുമ്പോഴായിരിക്കും കൂടുതലും ആൾക്കാർ ഇങ്ങനെ പോകുന്നതും എൻജോയ് ചെയ്യുന്നതും ഒക്കെ. നല്ല അടിപൊളി റൈഡുകളായിരുന്നു എല്ലാം. അതുപോലെ തന്നെ ഓരോ റൈഡിനും നമ്മൾ പേ ചെയ്യാണ് കേട്ടോ വേണ്ടത്. ഫുള്ളായിട്ടൊരു നമ്മളിപ്പോൾ വീഗാലാൻഡിലൊക്കെ പോയിട്ട് പേ ചെയ്യുന്നത് പോലെ അല്ല, ഓരോ റൈഡിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അമ്മൂട്ട മറ്റേതെങ്ങനെയുണ്ടായി? അടുത്ത ഞങ്ങൾ എഴുതി കയറാൻ പോവാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കയറിയ റൈഡ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറുന്നേക്കാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. കയറുമ്പോൾ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് നല്ല അടിപൊളി റൈഡാണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് കയറിയതാണ് കേട്ടോ ഇതിനേക്കാൾ ഇഷ്ടമായത്. Ok, stop la machine, je vous ramène. സൂപ്പറായിരുന്നു. ഇടിച്ച റൈഡ് എങ്ങനെയുണ്ട്? അത് കേറാൻ അതിന്റെ ബുദ്ധിമുട്ടാണ്. ഹൈറ്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പല പല വെറൈറ്റി കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, ജെയിൻ വീലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ജെയിൻ വീൽ എന്തോ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു റൈഡാണ് ജെയിൻ വീല്. അവിടെ ജെയിൻ വീലിൽ കയറിയില്ല. പിന്നെ അത് ഈ ഒരു സംഭവം കണ്ടത് കണ്ടപ്പോൾ അയ്യോ അത് ഭയങ്കര സ്ലോ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അയ്യോ അത് ആ പ്ലേറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ടത് കണ്ടോ. സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. കയറണോ? നിങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ എവിടെ പോയാലും ചുറൂസാണല്ലോ നമ്മുടെ മെയിൻ. ചുറൂസ് കണ്ടാൽ പിന്നെ നമ്മളെ വിടില്ല.
ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെയിൻലി എനിക്കാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെ നമ്മളത് ചുറോസൊക്കെ വാങ്ങിച്ചു. ആൾക്കാരൊക്കെ ഒരുവിധം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈകിട്ടായി 6 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. സൺസെറ്റ് ഇപ്പോൾ ആവുന്നത് രാത്രി ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴാണ് സൺസെറ്റ് ആവുന്നത്. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു സൈഡിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്ത് ഇതേ മറ്റേ ഇലക്ട്രിക് കാറുണ്ടല്ലോ, ആ സംഭവമൊക്കെ ഉണ്ട്. ജെയിൻ വീല് നേരെ ഫ്രണ്ടിലുണ്ട്. ഭയങ്കര സ്ലോ ആണ് കേട്ടോ ജെയിൻ വീല്. അതുകൊണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ജെയിൻ വീലിൽ കയറാൻ വേണ്ടിയിട്ട്. എനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ തോന്നും ജെയിൻ വീലിൽ കയറി ഇങ്ങനെ കറങ്ങി കഴിയുമ്പോഴത്തേക്കും. ബാക്കി റൈഡ്സൊന്നും എനിക്ക് കുഴപ്പമില്ല. കണ്ടാ ആ ബോളൊക്കെ ഒന്നും കൂടി ചെയ്യാൻ പോയി. കളിച്ചിട്ട് വരൂ. ഇപ്പോൾ ഫസ്റ്റ് ഷീച്ചേൻ്റെ ഇതിൽ കയറാൻ ഇഷ്ടമുണ്ടായില്ല കേട്ടോ. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ അമ്മവും ഷീച്ചേട്ടനും കൂടെ സെക്കൻഡ് ട്രിപ്പ് ഇതേ പോയിട്ടുണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. എന്താവെന്ന് കാണാം നമുക്ക് പോയിട്ട്. അപ്പോൾ ഈ ലൂണ പാർക്ക് ഇപ്പോൾ ഉള്ളത്, ഇപ്പോഴല്ല എല്ലാ വർഷവും ഇവർ സെറ്റ് ചെയ്യുന്നത് ലൊസാനിൽ ലേക്ക് ജെനീവയുടെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ആ ലേക്കിൻ്റെ സൈഡിൽ ആ ഒരു മൗണ്ടൻ വ്യൂ ഒക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഉഷിയുടെയൊക്കെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്യാറുള്ളത്. കുറേ സമയമുണ്ട് കേട്ടോ. നമുക്ക് കയറി കുറച്ച് കഴിയുമ്പോൾ മതിയായി. ചില റൈഡൊക്കെ നമുക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് അയ്യോ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നതല്ലേ. പക്ഷേ ഇത് കുറേ സമയമുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ മടുക്കില്ലേ, ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ തീരില്ലേ, അത്രയും നേരമുണ്ട് കേട്ടോ ഈ റൈഡ്. അടിപൊളിയാണ്. വളരെ സ്ലോ ആയിരുന്നു. അടിപൊളിയല്ലേ? മറ്റേതിനേക്കാൾ സൂപ്പർ ചെയ്തല്ലേ? എനിക്ക് മാത്രം ഐസ്ക്രീം ഇല്ല, ഞാൻ ഡയറ്റിലാണ്. തരാൻ പറ്റില്ല. ഈ സഷിച്ചിട്ട് വയറിറങ്ങിയല്ലോ. ഈ ഇതെനിക്ക് തന്നാൽ ഞാൻ മാറ്റി ഇത് ബാക്കിയുള്ള വന്നാല് വേണ്ട. എങ്ങനെയുണ്ടായി ഇന്നത്തെ ദിവസം?
സൂപ്പർ. തല ഒരു കിറുക്കം കറങ്ങിട്ടെ. അപ്പോൾ ലേക്കിൻ്റെ സൈഡിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞ് പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂസ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് അമ്മൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓൾറെഡി അവിടെ ലൂണ പാർക്കിലുള്ളതുകൊണ്ട് തന്നെ ലേക്ക് സൈഡിൽ നിന്ന് അധികം തിരക്കില്ല കേട്ടോ. അല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്കുള്ളതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്ന് അധികം തിരക്ക് ഈ ഒരു ലേക്ക് സൈഡിൽ ഉണ്ടായിട്ടില്ല. എങ്ങനെയുണ്ടായി ലൂണ പാർക്ക്? ലൂണ പാർക്ക് എങ്ങനെയുണ്ടായി? ഇഷ്ടപ്പെട്ട? അടിപൊളി. മറ്റേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വണ്ടിയുടെ സാധനങ്ങൾ കറങ്ങണത് ഫസ്റ്റ് കയറിയത് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് റോളർ കോസ്റ്റർ. പക്ഷെ മറ്റേതിൻ്റെ തല ഇടിച്ചപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഉണ്ടാക്കാൻ വേദന. തലകുത്തി ഇങ്ങനെ മറിച്ചിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ തിരിച്ചു ഞാൻ തലയിലെടുത്തിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ലേ, ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഇരുന്ന് പറ്റണേ. എൻ്റെ തല ഇങ്ങനെ ഓട്ടോമാറ്റിക് ഓടിപ്പിക്കില്ലേ, ആ ഓട്ടോയുടെ തല എൻ്റെ തല കയറില്ല. അപ്പോൾ ഓട്ടോ ഭയങ്കര ചെറുതാണ്, പക്ഷെ എൻ്റെ തല കയറി. പിന്നെ അങ്ങനെ ലൂണ പാർക്കിൽ പോയി തിരിച്ചു വന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.